എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇന്നലത്തെ പ്രകടനം 12 സ്ഥലങ്ങളിൽ ഇന്നലെ റെയ്ഡ് നടന്നു. 240-250ഓളം അക്കൗണ്ടുകൾ അവർ ഇന്ന് മരവിപ്പിച്ചിട്ടുണ്ട്. അതിൽ വീണ ടിയുടെ തൈക്കണ്ടിയുടെ ഇതും മരവിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം പല നേതാക്കൾ UDF-ലുള്ള പല നേതാക്കളും ഒക്കെ ഇതിനകത്ത് കാശ് മേടിച്ചിട്ടുണ്ട്, കാശ് സംഭാവന മേടിച്ചിട്ടുണ്ട്. സാധാരണ അദ്ദേഹം ഒരു കരിമണൽ കർത്ത എന്ന് പറയുന്ന അദ്ദേഹം ഒരു നേതാവ്, ഒരു മുതലാളിയാണ്. പലരും പണം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ വാങ്ങിയതാണ്, വീണ വിജയൻ വാങ്ങിയതാണ് വലിയൊരു വിഷയമായി വന്നത്. കാരണം അത് വേറൊരു തരത്തിലുള്ള പ്രശ്നമായി വന്നു. എന്താണ് EDക്ക് ആസ്പദമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം? കരിമണൽ കർത്ത കമ്പനിയിൽ നിന്ന് സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയെന്നും മെയിൻ്റനൻസിന് വേണ്ടിയെന്നും പറഞ്ഞ് 4 കോടി വരെ വരുന്ന തുക വീണ വിജയൻ വാങ്ങിയിട്ടുണ്ട്. അവരുടെ എക്സാലോജിക് കമ്പനിയാണ് വാങ്ങിയിരിക്കുന്നത്. മാത്യു കുഴൽനാടനെ പോലെയുള്ളവരുടെ ആരോപണം മലിനീകരണ നിയന്ത്രണ ബോർഡ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കരിമണൽ ഖനനത്തിന് ആവശ്യമുണ്ട്, വലിയ ഫീസൊക്കെ അടയ്ക്കണം. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി ബ്രൈബ് കൈക്കൂലി കൊടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്തു എന്നുള്ള നിലയിലാണ് ഈ വിഷയം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം വരുന്നത് അവിടെയാണ്. അല്ലാതെ വീണ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ വീണ ടി തൈക്കണ്ടിൽ വീണയ്ക്ക് 3 കോടി രൂപയോ 4 കോടി രൂപയോ കരിമണൽ കർത്ത കൊടുത്തതുകൊണ്ട് ഇവിടെ ഒരു വിഷയമില്ല. വിഷയമായി മാറ്റിയെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മക്കളാണ്, മറ്റൊരു മുൻ മന്ത്രിയുടെ ഭാര്യയാണ്. ഇവിടെയാണ് വിഷയം. അപ്പോൾ ഇത് വലിയ വിഷയമായി മാത്യു കുഴൽനാടൻ ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോഴാണ് കരിമണൽ കർത്ത EDയുടെ ഇടപെടലിനെതിരെ ഹൈക്കോടതി പോവുകയും അത് 1 വർഷത്തോളം കേസ് നീളുകയും ചെയ്തു. അങ്ങനെ 1 വർഷം കേസ് നീണ്ടതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ കോടതിയിൽ നിന്ന് മിനിയാന്നൊരു ഉത്തരവ് വന്നു. അതായത് നിങ്ങൾക്ക് EDക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉത്തരവ് വന്നു. അത് മനസ്സിലാക്കി ഇന്നലെയും ഇന്ന് ഹോളിഡേയും കൂടിയാണ്, കോടതിയൊക്കെ അവധിയാണ്. അതുകൊണ്ട് തന്നെ കർത്തായ്ക്കും ടീമിനൊന്നും കോടതിയിൽ പോകാനും പറ്റാത്തൊരു സാഹചര്യം നോക്കി വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ രാവിലെ മുതൽ തിരുവനന്തപുരം ബേക്കറിയിലുള്ള വീട്ടിലും പിണറായി വിജയൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലും, അപ്പോൾ അവിടെ വീണ വിജയൻ വീട്ടിനകത്തുണ്ടായിരുന്നു, ആ വീട്ടിലും പിണറായിയിലെ കണ്ണൂരിലെ പിണറായിയിലെ വീട്ടിലും, അതുപോലെ തന്നെ ഗ്രേസ് എന്നറിയുന്ന മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും, അതുപോലെ മറ്റിടങ്ങളിലും കർത്തയുടെ വീട്ടിലും അടക്കം 12 സ്ഥലങ്ങളിൽ വലിയ റെയ്ഡ് നടന്നു. ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി തുടങ്ങിയ റെയ്ഡ് ഉച്ചവരെയായി, 7-8 മണിക്കൂർ നീണ്ടു, ഉച്ചയ്ക്ക് 2-2:30 മണി വരെ ആയി. 3 സ്ഥലത്തും ഈ റെയ്ഡ് നടന്നതിൽ 12 സ്ഥലങ്ങളിൽ 3 സ്ഥലത്ത് വലിയ പ്രകടനം നടന്നു. ജനങ്ങളുടെ, അനുഭാവികളുടെയും പാർട്ടി പ്രവർത്തകർ വലിയ പ്രകടനം നടന്നു, കൂക്കി വിളിയും വേണ്ട ബഹളം നടന്നു. പക്ഷേ മുഹമ്മദ് റിയാസിൻ്റെ അവിടെ പോലീസൊക്കെ ഉണ്ടായതുകൊണ്ട് അത് സമാധാനപരമായിട്ടുള്ളൊരു പ്രതിഷേധമായിരുന്നു. പിണറായിയിലും ജനങ്ങൾ കുറച്ച് വൈകാരികമായിട്ടൊക്കെ നിന്നെങ്കിലും പക്ഷേ അത് സമാധാനപരമായി. തിരുവനന്തപുരത്ത് കളി മാറി. തിരുവനന്തപുരത്ത് ഈ EDയുടെ ഉദ്യോഗസ്ഥർ, വനിതാ ഉദ്യോഗസ്ഥരടക്കം സഞ്ചരിച്ചിരുന്ന കാറ് പുറത്തേക്ക് വന്നപ്പോൾ വലിയ സംഘർഷമുണ്ടായി. കാർ തല്ലി തകർത്തു. ഒന്നുകിൽ മോബിൻ്റെ ഇടയ്ക്കേക്ക് കാർ ഇറങ്ങരുതായിരുന്നു. ഒരു മോബ് ഉണ്ടെങ്കിൽ, ഒരു മാസീവായിട്ട് നിൽക്കുന്ന മോബ്, വയലൻ്റായി നിൽക്കുന്ന മോബിൻ്റെ മനഃശാസ്ത്രം വേറെയാണ്. അതിലപ്പോൾ നേതാക്കൾ പിടിച്ചാലും നിൽക്കണമെന്നൊന്നുമില്ല. മോബ് ഈസ് എൻ്റയർലി ഡിഫറൻറ്റ് വൺ. ജനക്കൂട്ടമാണ്, ആൾക്കൂട്ടമാണ്. അത് പല ടൈപ്പ് ആളുകൾ വരുന്നതാണ്. ഒരു സ്റ്റീരിയോ ടൈപ്പ് ആളുകളൊന്നുമല്ല. ഒരു പാർട്ടി ആണെങ്കിൽ പോലും സ്റ്റീരിയോ ടൈപ്പ് ആളുകളൊന്നുമല്ല. ഒന്നുകിൽ മോബിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇറങ്ങാൻ പാടില്ലായിരുന്നു. ഇനി ഇറങ്ങിയാനായിട്ട് പോലീസ് അനുവദിച്ചിരുന്നെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കണമായിരുന്നു. ഇത് രണ്ടിനും പറ്റിയില്ല. അവിടെ ഒരു ബുദ്ധിയുടെ പ്രയോഗത്തിൽ, പോലീസിന് ഒരു ബുദ്ധിപ്രയോഗത്തിൽ ചില പ്രശ്നങ്ങൾ പറ്റി. ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് വണ്ടി കിട്ടി. അവർ നന്നായി അതിനെ തല്ലി തകർത്തു. 8-10 പേർ, ഇപ്പോൾ 12ഓളം പേർ പ്രതിയാണ്. EDയെ തല്ലിയത് കൊണ്ട് ഇതിന് സമാനമായിട്ട് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ ഇതുപോലെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് വലിയ തല്ലും ബഹളമുണ്ടാക്കി. EDയുടെ വാഹനം ആക്രമിച്ചു. അവസാനം സുപ്രീം കോടതി ഇടപെട്ട് അതിൽ CBI അന്വേഷണം വരെ വന്നു. ഇപ്പോഴത്തെ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി വലിയതായി റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നു, DGP റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നു. അവസാനം പാർട്ടിക്കാരുമായി ഒരു അനുനയ ചർച്ച, പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവർ പാർട്ടി ഓഫീസിൽ ഇരിക്കുകയും അവരെ വിട്ടുതരണമെന്നുള്ള പോലീസിൻ്റെ ഒരു ചർച്ചയും നടന്നത് പോലീസിന് വലിയ നാണക്കേടായിപ്പോയി എന്നുള്ള ഒരു അഭിപ്രായം സേനയ്ക്കുള്ളിലും മാധ്യമങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചു. കാരണം പ്രതി എന്ന് പറയുന്നവർ അകത്തിരിക്കുന്നു, പാർട്ടി ഓഫീസിൽ എത്തിയിരിക്കുന്നു. പാർട്ടി ഓഫീസിൽ കയറാനും പറ്റുന്നില്ല. പാർട്ടി ഓഫീസിൽ കയറുന്നത് ഒരു നയപരമായി, പാർട്ടി ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാറില്ല, അതൊരു നയപരമായ കാര്യമാണ്. അങ്ങനെ ഒരു തീരുമാനം പോലെ ഉണ്ട്. കാരണം അതിൽ വീണ്ടും കലാപത്തിലേക്കൊക്കെ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എന്തായാലും ഇന്നലെ വലിയ ഒരു
പോലീസും ആകെ ഒരു നാണം കെട്ടു. പോലീസിന് ഇത് ചെയ്തുകൊണ്ട് പോകാനും ബുദ്ധിമുട്ടുണ്ടായി. ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഇന്നലെ. അത് കഴിഞ്ഞതിന് ശേഷം അവർ 6-7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട പലരും മുങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ പലരും ഒളിവിലാണ്, പലരെയും അറസ്റ്റ് ചെയ്തു. വളരെ ഗൗരവമായിട്ടാണ് ED ഈ വിഷയം എടുത്തിരിക്കുന്നത്. കാരണം EDയുടെ ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട്. ഡ്രൈവർക്ക് വാടകയ്ക്ക് വിളിച്ച വണ്ടിയാണ്, റെൻ്റേ കാറാണ്. ആ കാർ നന്നായി അടിച്ച് തകർത്തിട്ടുണ്ട്. എല്ലാ ഗ്ലാസും അടിച്ച് തകർത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും സൈഡും എല്ലാ ഗ്ലാസും അടിച്ച് തകർത്തിട്ടുണ്ട്. ഡ്രൈവർക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൈക്കും കണ്ണിനും ഒക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ചികിത്സയിലാണ്. അപ്പോൾ എന്തായാലും വലിയ പിന്നെ അത് കഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ വലിയ പ്രകടനമുണ്ടായിരുന്നു. ഇടതുപക്ഷം എന്ന് പറയാൻ കഴിയില്ല, CPMൻ്റെ വലിയ പ്രകടനമുണ്ടായിരുന്നു. വളരെ വലിയ തോതിലാണ് പ്രശ്നങ്ങൾ സംഘർഷമായിരിക്കുന്നത്, സങ്കീർണമായിരിക്കുന്നത്. ഇപ്പോഴുള്ള വലിയൊരു ബുദ്ധിമുട്ട് ED വരുന്ന ദിവസങ്ങളിൽ വീണ്ടും സമൻസ് കൊടുത്ത് ഈ വീണയെ വിളിക്കും. അടുത്തത് കർത്തയായിട്ട് സംസാരിക്കും. അപ്പോൾ കർത്ത പറയുന്നതും വീണ പറയുന്നതും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ, ഇനി ഒരേ കാര്യമല്ല പറയുന്നതെങ്കിൽ, അല്ല ഈ പറയുന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ, രണ്ട് കാര്യങ്ങൾ EDയുടെ പ്രശ്നമുണ്ട്. ഒന്ന്, ഇവർ രണ്ടുപേരും പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ പറയുന്നത് വലിയ കോൺട്രഡിക്ഷൻ ഉണ്ടെന്നെങ്കിൽ തീർച്ചയായിട്ടും വീണയെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ വന്നാൽ അത്ഭുതമില്ല. അങ്ങനെയാണെങ്കിൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്തേണ്ടി വന്നാൽ പിണറായി വിജയനെ അല്ല അറസ്റ്റ് ചെയ്യുന്നത്. പിണറായി വിജയൻ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അദ്ദേഹം ഡയറക്റ്റ് ക്ലൈൻ്റ് അല്ല ഇതിനകത്ത്. പക്ഷേ വീണ വിജയൻ അറസ്റ്റ് ചെയ്യുമ്പോൾ പിണറായി വിജയൻ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കറിയില്ല. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോയിരിക്കുന്നത്. വീരശൂര പരാക്രമയാണ്, ഇരട്ടച്ചങ്കനാണ്, വില്ലാളി വീരനാണ്, വീരമണികണ്ഠനാണെന്നൊക്കെ പറഞ്ഞാലും കോടതിയുടെ മുന്നിൽ വരുമ്പോൾ, നിയമത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ, CBIയുടെ മുന്നിൽ വരുമ്പോൾ, EDയുടെ മുന്നിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ വിട്ടുപോകും കാര്യങ്ങൾ. അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ജയിലിൽ കിടന്നു. ലാലു പ്രസാദ് യാദവ് എത്രയോ വർഷം ജയിലിൽ കിടന്നു. അതുപോലെ തന്നെ പിന്നെ ബീഹാറിലും UPയിലും രാജസ്ഥാനിലും ഹരിയാനയൊക്കെ ഉള്ള ഒരുപാട് മുഖ്യമന്ത്രിമാരൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഇതിനകത്തൊരു ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീം അല്ല ഇത്. മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ഇല്ല, അത് ശരിയാണ്. പക്ഷെ ഒരു ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് അതിനകത്ത് കണക്കാക്കി എടുക്കുമോ ED എന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും വരും ദിവസങ്ങൾ EDയെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും പിണറായി വിജയനെ സംബന്ധിച്ചും അതുപോലെ തന്നെ വീണ വിജയനെ സംബന്ധിച്ചും വളരെ ക്രൂഷ്യലായ ദിവസങ്ങളാണ് മുന്നിലുള്ളത്. 82 വയസ്സ് കാവുന്നു പിണറായി വിജയൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചതാണ്. 81 കഴിഞ്ഞ് 82ലേക്ക് കടക്കുന്നു. അപ്പോൾ വളരെ സീനിയർ ആൻഡ് വെറ്ററൻ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡറാണ്. 17 വർഷം CPMനെ നയിച്ച ആളാണ്. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ 10 വർഷം തുടർച്ചയായി ഭരണത്തിലിരുന്ന ആളാണ്. നേരത്തെ 2 വർഷത്തോളം മന്ത്രിയായിരുന്ന ആളുമാണ്, വൈദ്യുതി മന്ത്രി. വളരെ സീനിയർ, ഹീസ് എ വെരി സീനിയർ മാൻ ഇൻ ദ ഇന്ത്യൻ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ നമ്മുടെ മുന്നിൽ കരണീയമായിട്ടുള്ളൂ.